അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ കുഞ്ഞോളെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. പിന്നെ കേക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാല് ഓക്ക് ഷുഗർ കട്ട് ആയതുകൊണ്ട് കഴിക്കലില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് ഞാൻ ഓക്ക് ഒരു ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു, ബ്ലാസ്റ്റ് മൂവി കാണുക എന്നുള്ളത് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയേക്കാണ്. ആ സമയത്ത് ഞങ്ങൾ വല്ല പടത്തിന് മുങ്ങാണ് അല്ലേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. പോലെ ഇതുണ്ടാ ഇല്ലേ? വേമ്പോര് വേമ്പോര് உனக்கு ஒரு உண்மை தெரியுமா? இன்னைக்கு ரோஹன், நாளைக்கு இன்னொருத்த, அதுக்கப்புறம் இன்னொருத்த வந்துகிட்டே இருப்பாங்க. எப்பவும் அப்பா அம்மா கூடவே இருக்க போறதில்ல. ஒன்னு நீதான் பார்த்துக்கணும். எனக்கும் கராத்தே கத்துக்கணும். நிஜமா? കുഞ്ഞോളെ ബർത്ത്ഡേക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാനുണ്ട്. ബ്ലാസ്റ്റ് മൂവി കേട്ടോ. അന്തം വിട്ട് നടക്കേണ്ട ചെങ്ങൈമാരെ വേണമെങ്കിൽ പോയി കണ്ടോളി. ഞാൻ സത്യം പറയാം, ഒരു 10-15 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നല്ലൊരു കിടുക്ക്, അതായത് 2020 ഒക്കെ ഇറങ്ങിയെന്നാണ് നമുക്ക് ഒരു കുളിര് രോമാഞ്ചം കിട്ടിയിട്ടുള്ളത്. ഇത് തുടങ്ങിയ അവസാനം വരെ വേറെ ലെവല് പടം കൈസ്, വേണമെങ്കിൽ പോയി കണ്ടോളി. ഫുള്ള് തുടങ്ങിയ അവസാനം വരെ രോമങ്ങനെ നമുക്ക് എന്താണ് ബൂസ് ബഗ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ അങ്ങനത്തെ സംഭവം. ഓക്കെ, ഞങ്ങളേതായാലും കണ്ടു, വേഗം പോയി കണ്ടോളി അല്ലേ. വീട്ടിൽ പോയല്ലോ. അപ്പൊ വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അല്ലെ ഞങ്ങളെ സിനിമയൊക്കെ കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഒക്കെ സ്കൂൾ വിട്ടിട്ട് തറവാട്ടിൽ പോയി. ഓൾക്ക് അവിടെ നിൽക്കണ ഇഷ്ടം. ഇതെവിടുന്ന മാങ്ങ. അപ്പൊ ഗൈസ്, കുറെ ആളുകൾ ചോദിച്ചിരുന്നു ഇന്നാളെ ഒരു വീഡിയോയിൽ ഇതിങ്ങനെ കണ്ടപ്പോഴേ, വ്ളോഗിൽ ഇത് കണ്ടപ്പോൾ, ഈ ഡ്രസ്സ് എവിടുന്നാണ്, ഈ ഷർട്ട് എവിടുന്നാണ്, ഇങ്ങനെ മൾട്ടി കളറായിട്ട് വരുന്ന ഷർട്ട് എവിടുന്നാണ് വാങ്ങിയത്? ഇത് നമ്മൾ ഓൺലൈനിൽ എടുത്തതാട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ടാഗ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഫോട്ടോയുമ്പോൾ ഞെക്കിയിട്ട് വേഗം പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ചെറിയ പൈസ ഉള്ളൂ. ഓക്കെ ഗൈസ്.